ഓം ഗുരുവേ നമഃ. പ്രിയമുള്ളവരെ, ഗുരു ഫിലോസഫി പഠനം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 4 മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു വീഡിയോ ഇട്ടിരുന്നത്. ഈ വീഡിയോയിലൂടെ ഗുരു ഫിലോസഫി പഠനം സമാരംഭിക്കുകയാണ്. ഇത്രയും സമയം അല്ലെങ്കിൽ ഇതേവരെ ഉണ്ടായിരുന്ന വീഡിയോകളിലായി ഇത് പഠിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അറിയേണ്ട കുറേ കാര്യങ്ങൾ, അത് മനസ്സ്, പ്രാണൻ തുടങ്ങിയവയൊക്കെ അത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളാണ് ഇട്ടിരുന്നത്. ഇനി ഇതിൽ ആ കൂട്ടത്തിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ജീവനും മറ്റൊന്ന് സൂക്ഷ്മ ശരീരവും തുടങ്ങിയിട്ടുള്ളത്. അത് ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മനസ്സിലാകും, അത് പറയുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗുരു ഫിലോസഫി എന്താണ് എന്നാണ് പറയുക. ഗുരു ഫിലോസഫി എന്നത് ഗുരു കണ്ടുപിടിച്ച ഒന്നല്ല, അതിവിടെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഗുരു മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. മറ്റുള്ളവരുടെയൊക്കെ ഫിലോസഫി അവർ ആവിഷ്കരിച്ചതാണ്. ഇത് ഇവിടെയുള്ള സത്യം, ഈ ജഗത്തിലും യൂണിവേഴ്സിലും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന സത്യം എന്താണ് എന്ന് ഇത്ര കൃത്യമായി സത്യസന്ധമായി യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിഞ്ഞത് ഗുരുവിന് മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഒരു മഹാത്മ്യം. നിങ്ങൾക്ക് ഈ ഫിലോസഫി എന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇത് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊക്കെ വലിയ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നായിരിക്കും നമ്മുടെയൊക്കെ ഒരു സാധാരണ ധാരണ. അങ്ങനെയല്ല. നമ്മുടെ ജീവിതം, എല്ലാവരുടെയും ജീവിതം പലവിധ ഫിലോസഫികളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് സാമ്പത്തിക രംഗത്തെക്കുറിച്ചൊരു ഫിലോസഫി ഉണ്ടാകും, രാഷ്ട്രീയ മേഖലയെക്കുറിച്ചൊരു ഫിലോസഫി ഉണ്ടാകും, സാമൂഹിക മേഖലയെക്കുറിച്ചിട്ടുണ്ടാകും, മതപരമായ ഫിലോസഫി ഉണ്ടാകും, ഇങ്ങനെ പലതുണ്ടാകും. ഇതിൻ്റെയൊക്കെ ഒരു നിയന്ത്രണത്തിലാണ് ഓരോരുത്തരുടെയും ജീവിതം പോകുന്നത്. അതുകൊണ്ട് ഫിലോസഫി സാധാരണ ജീവിതത്തിന് അത്യാവശ്യമല്ല, അതുമായി ബന്ധമില്ലാത്തത് ആണ് എന്നൊന്നും ധരിക്കുന്ന നമ്മുടെ ഈ ധാരണ തിരുത്തപ്പെടണം. ഗുരു ഫിലോസഫി യഥാർത്ഥത്തിൽ പഠിപ്പിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയും ജീവിതം ഇതേവരെ ക്രമപ്പെടുത്തിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതിൻ്റെ ഒരു പോരായ്മ, അതിൻ്റെ ഒരു ദൂഷ്യം ഇന്നത്തെ സമൂഹത്തിനാകെയുണ്ട്. ഗുരു ഫിലോസഫി നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രം അല്ല ഗുരു രൂപപ്പെടുത്തുമ്പോൾ അത് സംഭവിച്ചിട്ടുള്ളത്. കാരണം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഫിലോസഫി എന്നതുകൊണ്ട് തന്നെ അതിനെ ഒരു വിശാലത അതുകൊണ്ട് തന്നെയുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗുരു ഫിലോസഫി അവിടെ നിൻ്റെ കൃതികളിൽ ഏറ്റവും സമഗ്രമായും സംക്ഷിപ്തമായും രേഖപ്പെടുത്തിയിട്ടുള്ളത് വേദാന്ത സൂത്രം എന്ന കൃതിയിലാണ്. ഈ കൃതി ദൗർഭാഗ്യവശാൽ വേണ്ടത്ര ഗൗരവത്തോടെ ആരും പരിഗണിക്കപ്പെട്ടിട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മുടെ ഒരു ക്ഷീണിത വശമാണ്. ഞാനിവിടെ ഇത്രയ്ക്ക് കൃത്യമായി എവിടുന്നും അത് കിട്ടില്ല എന്നത് ബോധ്യമായതുകൊണ്ടാണ് വേദാന്ത സൂത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് ഗുരു ഫിലോസഫി ഇവിടെ ആരംഭം കുറിക്കുന്നത്. പിന്നീട് അത് മറ്റു കൃതികളിലേക്കുമൊക്കെ വ്യാപരിക്കുന്നതാണ്. വേദാന്ത സൂത്രത്തിൽ 21 സൂത്രങ്ങളാണുള്ളത്. ഒരുപക്ഷെ ഉപനിഷത്തുകളിലും പിന്നെ മതഗ്രന്ഥങ്ങളിലും ഒക്കെ ആയി പിന്നെ ആയിരക്കണക്കിന് പേജുകൾ എഴുതി നിറച്ചിട്ടുള്ളത് ഗുരു 21 സൂത്രങ്ങളിൽ. അത് ഒരു പേജ്, പ്രിൻ്റഡ് പേജ് പോലും വരില്ല. അത്രയ്ക്ക് മനോഹരമായി, അത്ഭുതകരമായി ഈ സത്യം ഗുരുവിന് സംഗ്രഹിക്കാനുള്ള കഴിവുണ്ടായി. അതാണ് വേദാന്ത സൂത്രം. അതിലെ 2ാമത്തെ സൂത്രമാണ് ആദ്യം എടുക്കുന്നത്. 1ാമത്തെ സൂത്രം അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അത് ഈ സത്യം അന്വേഷിക്കാനുള്ള ജിജ്ഞാസ ആയ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. ഏതായാലും കൃത്യമായി നിങ്ങളോട് ഈ ഫിലോസഫി എന്താണ് എന്നൊന്ന് പറയാം എന്ന് ഞാൻ കരുതുകയാണ്. അത് അറിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ എന്ന് തീരുമാനിച്ചു. വേദാന്ത സൂത്രത്തിലെ 2ാമത്തെ സൂത്രം തദിദം ബ്രഹ്മയോഹം
എന്നാണ് ആ സൂത്രം. തത് ഇതം ബ്രഹ്മൈവാഹം. ഇത്രയേ ഉള്ളൂ ആ സൂത്രത്തിന്. ഈ സൂത്രത്തെ രണ്ടായിട്ട് തിരിക്കാം സൗകര്യത്തിന്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഇതം ബ്രഹ്മ ഏവ ഒരു സൂത്രമാണ്. അഹം ബ്രഹ്മ ഏവ രണ്ടാമത്തെ ഭാഗമാണ്. ഇതം ബ്രഹ്മ ഏവ എന്ന സൂത്രത്തിൻ്റെ അർത്ഥം ഈ കാണുന്ന ജഗത്ത്, ജഗത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഇനി ഈ ആകാശങ്ങൾക്ക് അപ്പുറത്തുമുള്ള എല്ലാനും അടങ്ങുന്നതാണ് ഈ ജഗത്ത്. ആ ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ് എന്നാണ് ഗുരു പറഞ്ഞത്. ഈ ജഗത്തിൽ ഓരോന്നും വേറെ വേറെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ദർശനങ്ങളുണ്ട്. ഗുരു പറഞ്ഞത് ഇത് ബ്രഹ്മമാണ്, ബ്രഹ്മം തന്നെയാണ്. ഇതം ബ്രഹ്മ ഏവാ. ഏവ എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ഹി എന്ന വാക്കല്ല. ബ്രഹ്മം ഹി എന്നല്ല വാക്ക്, ബ്രഹ്മ ഏവാ. നാമരൂപങ്ങളിൽ വേർതിരിഞ്ഞ് കാണുന്ന ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. ഇവയ്ക്കൊക്കെ പല പേരുകളുണ്ട്, പല രൂപങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ കാണുന്നത്. ഈ രൂപങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ്. ആ ജഗത്ത് മുഴുവൻ, ഭൂമി ഉൾപ്പെടെ സകലതും ബ്രഹ്മമാണ്. അതിനടുത്ത സൂത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഹം ബ്രഹ്മയേവ, ജീവനും ബ്രഹ്മമാണ്. ആദ്യം പറഞ്ഞ ജഗത്ത് ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ജീവൻ ഉൾപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ജീവൻ എന്താണ് എന്ന് പ്രത്യേകം പറയണം. ജീവനും ബ്രഹ്മമാണ്. അഹം എന്ന പദത്തിന് ഞാൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ ഈ സൂത്രത്തിൽ അഹം എന്നതിനെ ജീവൻ എന്ന അർത്ഥത്തിലാണ്. ജീവനും ബ്രഹ്മമാണ്. നമ്മുടെയൊക്കെ ജീവനും ബ്രഹ്മമാണെന്ന് ഈ പറഞ്ഞതിനർത്ഥം നമുക്കങ്ങനെ വല്ലൊരു ധാരണയുണ്ടോ? ജീവനും ബ്രഹ്മമാണ്. ഇനി മൂന്നാമത്തെ സൂത്രം അസ്യച്ച. ഇത്രയേ ഉള്ളൂ. അസ്യച്ച, അപ്രകാരം തന്നെ പ്രപഞ്ചവും. എപ്രകാരം? അപ്രകാരം തന്നെ പ്രപഞ്ചവും ബ്രഹ്മമാണ്. അപ്പോൾ ഈ മൂന്ന് സൂത്രങ്ങളിലായി ഗുരു പറഞ്ഞത് ജഗത്ത് ബ്രഹ്മമാണ്, ജീവൻ ബ്രഹ്മമാണ്, പ്രപഞ്ചവും ബ്രഹ്മമാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. ആദ്യം നിങ്ങൾക്കത് മനസ്സിലാകണമെന്ന് എന്ന് നിങ്ങൾ പരിശോധിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ പരിശോധനയാണ്. അതും നടത്തണം. ആ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഗുരു ഫിലോസഫി പഠനത്തിൻ്റെ ഈ വീഡിയോകൾ അല്ലെങ്കിൽ തുടർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേ സംബന്ധിച്ച് ഒരു നിലപാട് എടുക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്ത സൂത്രം തേനേദം പ്രജ്വലിതം എന്നാണ്. അതിനാൽ ഇത് പ്രകാശിപ്പിക്കപ്പെടുന്നു. അതിനാൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്താൽ, ഇത് എന്ന് പറഞ്ഞാൽ ജഗത്ത്, പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാം പ്രകാശിക്കപ്പെടുന്നു. നോക്കണേ, അപ്പോൾ നമ്മൾ ഈ ജഗത്തിൽ കാണുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മമില്ല എങ്കിൽ, ബ്രഹ്മത്തിനെ ഇങ്ങനെ സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുവാൻ കഴിയുന്ന സ്വഭാവ വൈശിഷ്ട്യമില്ല എങ്കിൽ ഈ ജഗത്തിൽ ഒന്നും പ്രകാശിക്കില്ല. ഒരു കാര്യം വ്യാഖ്യാതാവ് എടുത്തു പറഞ്ഞു, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇടിമിന്നലുകളോ ഒന്നും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല, പ്രകാശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളൊരു പക്ഷേ ആലോചിച്ചത് എന്തായി പറയുന്നത്? സൂര്യനിൽ നിന്നുള്ള പ്രകാശം കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ എന്ന ഗൃഹം സ്വയം വിളങ്ങുന്നതല്ല. അതിൻ്റെ ഉപരിതലത്തിൽ കത്തുന്ന വാതകങ്ങളോ എന്തൊക്കെയോ ആണ് ആ പ്രകാശം അല്ലെങ്കിൽ സൂര്യരശ്മിയായി നമുക്ക് ലഭിക്കുന്നത്. സൂര്യൻ എന്ന ഗ്രഹം സ്വയം വിളങ്ങാൻ കഴിയില്ല, ഒരു ഗ്രഹത്തിനും കഴിയില്ല, ഒരു നക്ഷത്രത്തിനും കഴിയില്ല. ഇനി സൂര്യൻ്റെ പ്രകാശരശ്മികൾ സൂര്യനെ കേന്ദ്രീകരിച്ച ഗാലക്സിയിൽ മാത്രമേ എത്തുള്ളൂ. ബ്രഹ്മമല്ലെങ്കിൽ ഈ അവിടെ മാത്രമല്ലല്ലോ ഉള്ളത്. എല്ലാ നക്ഷത്രങ്ങളും ആകാശവും ഇത് ഇപ്പോൾ ശാസ്ത്രത്തിന് കണ്ടെത്തിയ മേഖലകൾ കഴിഞ്ഞ് അതിനുമപ്പുറം
ബ്രഹ്മം നിലനിൽക്കുന്നുണ്ട്. അവിടേക്കൊന്നും സൂര്യൻ്റെ പ്രകാശം എത്തില്ലല്ലോ. അപ്പോൾ സൂര്യനോ നക്ഷത്രങ്ങൾക്കോ ചന്ദ്രനോ ഇടിമിന്നലുകൾക്കോ ഒന്നും തന്നെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഈ ബ്രഹ്മം നമ്മൾ ഈ കാണുന്ന ദൃക്ക് അല്ലെങ്കിൽ കാണുന്ന ദൃശ്യങ്ങൾ, അപ്പോൾ കാണുന്നത് ദൃശ്യമാണെങ്കിൽ നമ്മൾ ദൃക്കാണ്. അതുപോലെ തന്നെ ബ്രഹ്മം ഇതിനെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം ദൃശ്യമാണ്, ബ്രഹ്മം ദൃക്കാണ്. ദൃക്ക് കൈവിട്ടാൽ ദൃശ്യം കാണില്ല, പ്രകാശിക്കില്ല. ഇത്രയുമാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സാവകാശം ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പരിശ്രമിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ അടിയിൽ കൊടുത്തിരിക്കാം. ഇത്തിരി ഗൗരവമുള്ള കാര്യമാണ്. ഭാവിയിൽ നമ്മുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിനെ അതിഗൗരവമായി കാണും എന്ന് നിങ്ങളോട് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറുവാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തമ്പി ചേലക്കാട്.